നമ്മൾ ബിഗ് ബോസിലെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട്. വിളിച്ചാൽ ഞാൻ പോവും. അങ്ങനെ ഷാജിദ ഷാജിയും ബിഗ് ബോസിലേക്ക് പോവുകയാണ് ഗൈസ്. ബിഗ് ബോസിലേക്ക് പോവുകയാണ്. മൈജിയിൽ എത്തൂ, ബിഗ് ബോസിൽ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഈ കോമണറിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതായത് മൈജി ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരു പോഡിയം പോലെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ഫോണില് ഇവരെ എന്തുകൊണ്ട് ഈ ബിഗ് ബോസിലേക്ക് പോകാൻ യോഗ്യതരാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഈ ബിഗ് ബോസിലേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരെ എടുക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന കുറെ എണ്ണം അങ്ങ് മൈജി തിരക്കി ഓട്ടമാണ്. അങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാന്, അതോടൊപ്പം തന്നെ പറഞ്ഞത് ഈ ഷാജിദ, അങ്ങനെ പെരര കുരര എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ നമുക്കറിയാമല്ലോ എന്തൊക്കെയായിരുന്നു. അയ്യോ, വാഴകളുടെ സീസൺ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഒരു ഇതുമില്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ഒരു പന്ന സീസൺ. പിന്നെ എന്തു പറയാനാ, അതിൽ എങ്ങനെയൊക്കെയോ ഒരുത്തനെ നമ്മൾ അന്ന് സെലക്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ തന്നെ ജിൻഡോ കപ്പ് കിട്ടി. അതിനകത്ത് എന്തൊക്കെയായിരുന്നു. വെറും വെറുപ്പിയൊരു സീസണായി മാറിയിരിക്കുകയായിരുന്നു ഈ പറയുന്ന സീസൺ 6. ഇനി ഇതാ സീസൺ 7ലേക്ക് കടക്കുകയാണ്. ഈ സീസൺ ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഓഡീഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കഥാനായികയായിട്ടുള്ള ഷാജിദ പോയി ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് കയറാനുള്ള എന്റെ ആഗ്രഹം പറഞ്ഞത് ബിഗ് ബോസിനോട്. ഇനി ബിഗ് ബോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റു യൂട്യൂബർക്കൊക്കെ അരി മേടിക്കാം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും പുള്ളിക്കാരി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. അല്ലേ, ഞാൻ കുറച്ച് ചൊറിയണവർക്കുള്ള മറുപടി ആയിട്ട് വന്നതല്ല. ഞാൻ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലൈവ് കണ്ടില്ലെങ്കിൽ എന്നെ അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്താ ഷാജി ലൈവ് വരാത്ത? ഇന്നലെ എന്താ ലൈവ് വന്നില്ല? ഡെയിലി ലൈവ് ഡെയിലി നിന്നെ ലൈവിൽ കണ്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിന് വേണ്ടി വരുന്നതാണ്. അല്ലാണ്ട് ഈ ചൊറിയുന്ന ആൾക്കാർക്ക് വരുന്നതല്ല ഞാൻ ലൈവ്. ഷാജി സുഖം. അതെ ഷാജിദ, ഈ ചൊറിയുന്നവർക്ക് വേണ്ടി ഒന്നും ലൈവ് വരില്ല. ഡെയിലി ഷാജിദയെ കാണണം, കണ്ടാൽ മാത്രമേ ഉറക്കം വരത്തുള്ളൂ എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രം ലൈവിൽ വന്നാൽ മതി കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും വരണ്ട. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനു വരാനാ? അവരൊക്കെ കുറ്റപ്പെടുത്താനൊക്കെ വരുന്നേ ഇല്ലയോ? അതുകൊണ്ട് അതൊന്നും വരണ്ട. ഷാജിദയെ കണ്ടിട്ട് ഉറക്കം വരാത്ത അവർക്ക് വേണ്ടിയായാലും ലൈവിൽ വരണം കേട്ടോ. വരാതിരിക്കരുത്. പിന്നെ ബിഗ് ബോസിൽ പോയാൽ എങ്ങനെ ലൈവ് വരും? കുഴപ്പമില്ല, അവിടെ 24/7 അല്ലേ. അത് കുഴപ്പമില്ല. ഇനി പറഞ്ഞു. പിന്നല്ലേ നമ്മൾ ബിഗ് ബോസിലെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട്. വിളിച്ചാൽ ഞാൻ പോവും. തീർച്ചയായിട്ടും പോണം. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ബിഗ് ബോസിൽ ഷാജിദ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്, തകർക്കുമല്ലേ. ബിഗ് ബോസിനെ തന്നെ തല തിരിച്ച് വെക്കും. ഇപ്പൊ ബിഗ് ബോസിന്റെ സീസൺ 7 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയേക്കുന്നെങ്കിൽ ഷാജിദ ചെന്ന് കഴിഞ്ഞാൽ അത് തിരിച്ചെഴുതും. അതാണ്. പോണം ഷാജിദ പോണം. പോകാതിരിക്കരുത്. ഞാൻ പോവും. എന്നെ ബിഗ് ബോസിൽ എടുത്താ പണി കിട്ടും. അല്ല, എനിക്ക് ഇവിടെ തല്ലുവിടാനേ ഒഴിവില്ല. ഇനി ബിഗ് ബോസിലും കൂടി പോയി. ബിഗ് ബോസിൽ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ചിലപ്പോ എന്താ പറയാ, എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ടവായും കൊണ്ട് കിട്ടിയാൽ ചിലപ്പോ ഞാൻ പോവും. കിട്ടാൻ സാധ്യതയാ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷാജിദയെ കാത്തിരിക്കുകയാണ്. ബിഗ് ബോസിന് കണ്ടന്റ് വേണം. അപ്പൊ ഷാജിദ വന്നു കഴിഞ്ഞാൽ ആ ഒരു സീസൺ മൊത്തം ഷാജിദ തൂക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസ് തീർച്ചയായിട്ടും വിളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഷാജിദ. അതോടൊപ്പം തന്നെ ഷാജിദ മാത്രമല്ല, പാണ്ടിക്കാട് കുഞ്ഞാനെ വിളിക്കും. കാരണം അവിടെ ചെന്നും ലോട്ടറികൾ കുറെ എടുക്കണമല്ലോ. ലോട്ടറിയുടെ മറ്റേ തിരിമറി കാണിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെയും വിളിക്കും. പിന്നെ നമ്മുടെ മറ്റേ ജാസി, ഇതിനു വേണ്ടി പെൺവേഷം കെട്ടി നടക്കുന്ന ജാസി ഉണ്ടല്ലോ, ജാസിയും വിളിക്കും. ജാസി മറ്റേ ചിരട്ടയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജാസിയും വിളിക്കും. അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. പെരേര, പിന്നെ നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രേണുസുതിയെ വിട്ടുകളയല്ലോ, രേണുസുതി, അങ്ങനെ കുറെ പേരുണ്ട്. ബിഗ് ബോസ് വിളിക്കും. അപ്പം ഇത് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന അത് തന്നെ ഈ ബിഗ് ബോസിൽ കാണിക്കണം. ഞങ്ങൾക്ക് വെളിയിൽ ഇരുന്നത് കണ്ട് ആസ്വദിക്കണം എന്റെ കുട്ടികളെ. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യണം. പറഞ്ഞോട്ടെ. അപ്പൊ സപ്പോർട്ട് ആക്കണം. പോയി അഥവാ ഞാൻ പോയ സപ്പോർട്ട് ചെയ്യണം. എത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ആര് സപ്പോർട്ട് ചെയ്തില്ലേലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാജിദ പോയിട്ട് സീസൺ 7 കപ്പും പിടിച്ചുകൊണ്ട് വരണം. വന്നേ പറ്റൂ. ഇല്ല ഞങ്ങൾ കരയും കേട്ടോ. വരണേ.
ബാക്കി കേട്ടോണം. ഇനി ഞങ്ങൾ അരി മേടിക്കുന്ന കാര്യത്തെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്താ പറയാനുള്ളത്? അത്ര തന്നെ. ഇവിടെ എന്നെ എന്താ പറയാ, ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്നെ തെറി വിളിക്കാൻ ഇവിടെ കുറെ ആൾക്കാർ കണ്ടന്റ് ഡെയിലി എന്റെ കണ്ടന്റ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിലേ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കണവരാണ്. ഇനി ഞാൻ ബിഗ് ബോസിലും കൂടി പോയി പറഞ്ഞ പണിയായി. അപ്പൊ ഇനി ഷാജി ആ എപ്പിസോഡ് ഈ എപ്പിസോഡ് അവൾ അങ്ങനെ ആക്കി, അവൾ ഇങ്ങനെ ആക്കി, അവൾ ചെയ്തത് ശരിയായില്ല, അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വരും. അതാണ്. അങ്ങനെ ഷാജിദയെ വെച്ച് കുറെ പേര് ഇനി അരി മേടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഷാജിദ അങ്ങനെയാണ്, ഷാജിദ ഇങ്ങനെയാണ്, ഷാജിദ അങ്ങനെ ചെയ്തു, ഷാജിദ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി കുറെ പേര് അരി മേടിക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴേ ഷാജിദയെ വിറ്റ് എല്ലാവരും അരി മേടിച്ചുകൊണ്ടിരിക്കുക എന്നൊന്നും കൂടെ ഷാജിദ പറയുന്നുണ്ട്. എന്റെ പൊന്നു ഷാജിദ, അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ട് കാര്യമില്ല. കാരണം ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ആൾക്കാരെടുത്ത് ഇങ്ങനെ പറയും കാര്യങ്ങള്. അപ്പൊ പിന്നെ ഷാജിദ പോയിട്ട് എങ്ങനെ കപ്പ് മേടിക്കും? ഇപ്പൊ ഷാജിദയെ അങ്ങോട്ട് സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ? ഇപ്പൊ ഷാജിദയെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. ഷാജിദയ്ക്ക് കൊണ്ടുപോയി എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച കൊണ്ടുവന്നിട്ട് വോട്ട് അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഷാജിദ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പുറത്ത് വിമർശനം ഉണ്ടാകും ഷാജിദ. അപ്പൊ പിന്നെ ഷാജിദ പറയല്ലേ എന്നെ വിറ്റ് കാശുണ്ടാക്കി എന്നുള്ള രീതിയിൽ പറയരുത്. ഷാജിദ ഇതൊക്കെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ബിഗ് ബോസിന് വേറെ ആൾക്കാരെ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഷാജിദ എടുക്കും. ഷാജിദ എടുത്തു കഴിഞ്ഞാൽ ഷാജിദ കപ്പം കൊണ്ടേ വരത്തുള്ളൂ. കാരണം അതുപോലത്തെ പ്രകടനം ഏത് വേണം? കരച്ചില് വേണോ? അതോ പിന്നെ സഹതാപം വേണോ? കോപം വേണോ? എന്താ വേണ്ടിയത്? എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കലാകാരിയാണ് ഈ പറയുന്ന ഷാജിദ. അത് മാത്രമല്ല, സ്വന്തമായി മാനേജറുണ്ട്, സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ട്, മമ്മൂട്ടിക്ക് പോലും ഇല്ലാത്ത പ്രിവിലേജ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷാജിദ കലക്കും. പോണം, നിങ്ങൾ പോണം, രേണുസുതി പോണം, പാണ്ടിക്കാടൻ പോണം, അതോടൊപ്പം തന്നെ മറ്റേ ചിരട്ട വെച്ചുകൊണ്ട് നടക്കുന്ന ജാസി പോണം. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. പെരേര, നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇനി ജനങ്ങൾ കാണാതിരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. കഴിഞ്ഞൊരു സീസൺ കണ്ടിട്ട് നമുക്ക് തന്നെ കിളി പറന്നുപോയി. പിന്നെ എവിടൊക്കെയോ ഇരുന്ന ഒരു ജിൻഡോ എങ്ങനെയൊക്കെയൊക്കെയോ പുള്ളിക്ക് ഒരു ലക്ക് കിട്ടി എന്ന് തന്നെ പറയാം. തമ്മിലൊരു ഭേദമായിട്ട് നമ്മളൊക്കെ അങ്ങനെ തോന്നിയത് ഈ ജിൻഡോയാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യം കപ്പ് നേടി. ഇനി അതുപോലത്തെ ഒരു സീസണായി മാറുമോ ഇതെന്ന് ഒരു പ്രതീക്ഷയില്ല. എന്തായാലും മോഹൻലാൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് അതിന്റെ ഒരു പ്രമോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് നല്ല കിടുക്കാജിയായിട്ട് ബുള്ളറ്റിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർക്ക്ഷോപ്പിന്റെ അകത്തോട്ട് ബുള്ളറ്റ് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ട് അത് നല്ലൊരു സീനായിരുന്നു കേട്ടോ. നല്ലൊരു പ്രമോ തന്നെയായിരുന്നു അത്. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരനെ മറ്റേ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, ലൂസിഫറിന്റെ അകത്ത് പറയുന്ന പോലെ വാട എന്ന് പറയുന്ന ഒരു സീനൊക്കെ പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. അത് നല്ല രസമാണ്. ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ച് നല്ല ഗെറ്റപ്പ് ആയിരുന്നു. അത് ഒരു സിനിമയുടെ രംഗം പോലെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ഇനി അടുത്ത പ്രൊമോകൾ ഇങ്ങനെ വരും. അതോടൊപ്പം തന്നെ കോമണറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുറെ പേരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ബിഗ് ബോസിന്റെ അംഗമായിരിക്കും. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും വാഴകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഷാജിദയെ പോലെയുള്ള മികച്ച ആൾക്കാർ എത്തട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തുനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഷാജിദയെ വിറ്റ് നമ്മൾ അരി മേടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും